പശ്ചിമേഷ്യയിൽ നിന്ന് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയാണ് വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഇതാ തുറന്നിരിക്കുന്നു. അതായത് ഇനി അവിടെ നിന്ന് വാണിജ്യ കപ്പലുകൾക്ക് സഞ്ചരിച്ചു പോകുന്നതിന് ഒരു തടസ്സവുമില്ല. അമേരിക്കയുടെ ഉപരോധമില്ല, ഇറാൻ്റെ തടസ്സങ്ങളില്ല, ഇറാൻ്റെ സീ മൈനുകളില്ല. അങ്ങനെ പരിപൂർണമായി ഹോർമൂസ് തുറന്ന് കിട്ടിയിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ അറിയിപ്പായി ആദ്യം അത് വരുന്നു. തന്നെ ഇക്കാര്യം ഇറാൻ അറിയിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നു. 10 ദിവസത്തേക്കാണ് ഈ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പക്ഷേ ലോകത്തിന് വലിയ ഒരു സന്ദേശം അത് നൽകുന്നുണ്ട്, ഒരു പ്രത്യാശയുടെ സന്ദേശം നൽകുന്നുണ്ട്, പ്രത്യാശയുടെ കിരണം നൽകുന്നുണ്ട്. കാരണം എല്ലാ ലോകരാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ ഇന്ധന പ്രതിസന്ധി സകല രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രയേൽ ലെബനൻ സമാധാന ചർച്ചയുടെ ഭാഗമായി, വെടിനിർത്തലിൻ്റെ ഭാഗമായാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് ഒത്തുതീർപ്പിൻ്റെ സാധ്യതകൾ തെളിയുകയാണ്. ഇറാൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ലെബനനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. ഇസ്രയേൽ അതിന് വഴങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ ഇടപെടലുണ്ടായി. മറ്റൊരു കാര്യം, ഇനി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയാണ്. അടുത്ത ദിവസങ്ങളിൽ അത് പാകിസ്ഥാനിൽ തന്നെ നടക്കും. നേരത്തെ ഇസ്ലാമാബാദിൽ ചർച്ച നടന്നിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഇസ്ലാമാബാദ് അത്തരമൊരു ചർച്ചയ്ക്ക് വേദിയാവുകയാണ്. ഇപ്പോൾ ഇസ്ലാമാബാദിലെ ചർച്ചയുടെ മുന്നോടിയായി അസം മുനീർ, പാകിസ്ഥാൻ്റെ സൈനിക തലവനാണ്, അദ്ദേഹം ഇറാനിലേക്ക് പോവുകയും അവിടെ നിന്ന് വാഷിങ്ടണിലേക്ക് പോകുമെന്ന വിവരം വരുന്നു. ഷഹബാസ് ഷെരീഫ്, അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഇടപെടലും നടക്കുന്നുണ്ട്. തുർക്കിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. മറ്റു രാജ്യങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അമേരിക്ക ഇറാൻ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ വന്നതോടുകൂടി ഇതാ ഹോർമൂസ് തുറന്നിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു കപ്പൽ മാത്രമാണ് അതുവഴി കടന്നുപോയത്. അതായത് ഇറാനും അമേരിക്കയും ഒരുപോലെ സുഹൃത്ത് രാജ്യമായി നമ്മുടെ നാടിനെ കാണുന്നു, നമ്മുടെ രാജ്യത്തെ കാണുന്നു. അതുകൊണ്ട് ആ കപ്പലിന് കടന്നു വരാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതാണ്ട് 24ഓളം കപ്പലുകൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഇനിയും ഏതാണ്ട് 10ലധികം കപ്പലുകൾ രാജ്യത്തേക്ക് വരാനുണ്ട്. ആ കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇറാൻ അങ്ങനെ പരിപൂർണമായി ഹോർമൂസ് തുറന്നു കൊടുക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്കോ അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് നിക്ഷേപമുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾക്കും സഞ്ചരിക്കാൻ കഴിയും എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ട്രംപിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം ഇറാനോട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപ് ഇറാനെ തെറിവിളിച്ച ട്രംപാണ്. പക്ഷേ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ പ്രത്യാശയ്ക്ക് വഴി തുറക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അമേരിക്കൻ സൈന്യം ഹോർമൂസിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ചർച്ചകളുടെ പര്യവസാനം എന്താകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആണവ സമ്പുഷ്ടീകരണം, അതിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്നതാണ് ആവശ്യം. പക്ഷേ ഇതുവരെ ഇറാൻ അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. റഷ്യ ആകട്ടെ ഈ യുറേനിയം തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനോട് ഇറാൻ്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഏതായിരുന്നാലും ആണവ രാജ്യമാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നത്, അവർ പറയുന്നത് അത് ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. പക്ഷേ ഇറാൻ ആണവശക്തിയാകുന്നത് തീർച്ചയായും ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ വെടിനിർത്തൽ വന്നിട്ടും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കാത്തത്, വീണ്ടും ആക്രമണം തുടർന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ ലെബനൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ ലോകത്തിന് വലിയ ആശ്വാസം പകരുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്നു.